ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഒരുക്കുക, അതിൻ്റെ കുറച്ച് ഡെക്കോറും ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അമ്മച്ചിക്കും മമ്മിക്കും എന്തെങ്കിലും പറയാനുണ്ട് അവരോട്? ഹലോ. ഹേ ഗായ്സ്, അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ട്രീ ഡെക്കോറിൻ്റെ പരിപാടികളാണ് ഇന്ന് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം പെട്ടിയിൽ ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമായിരുന്നു എടുത്ത് നമുക്കെല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച ട്രീ ആണിട്ടത്. കഴിഞ്ഞ കൊല്ലം അങ്കമാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനും ചേച്ചിയും അത് ചേട്ടനൊക്കെ പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ കൊല്ലത്തെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ തന്നെ പെട്ടിയിലെടുത്ത് വെച്ചതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. വലിയ ഡാമേജ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മച്ചിയും മമ്മിയും കൂടിയാണ് കേട്ടോ അത് സെറ്റ് ചെയ്യുന്നത്. ഞാനും ഇടയ്ക്ക് കയറി സഹായിച്ചു അവരെ. പിന്നെ സഹായിക്കാൻ അപ്പച്ചനും ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം കാണാനൊക്കെ ആയിട്ട്. പിന്നെ അമ്മച്ചിയാണ് മിക്കതിനും സെറ്റ് ചെയ്തത്. കാരണം അവരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ പണ്ടൊക്കെ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നമ്മൾ മരത്തിൻ്റെ ചില്ല വെച്ചിട്ടൊക്കെയല്ല ക്രിസ്മസ് ട്രീ. ഞങ്ങളായാലും ഇത് സെക്കൻഡ് ടൈമാണ് വീട്ടിലിങ്ങനെ ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഡെക്കോർ ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചു, പിന്നെ ഈ കൊല്ലവും അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെയും ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്, അവർക്കുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ ആക്ച്വലി. അപ്പച്ചനും അമ്മച്ചിയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. കാരണം അപ്പച്ചന് കുറച്ച് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പച്ചൻ ഫുൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മച്ചിക്കായാലും നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അമ്മച്ചിക്ക് നല്ല സന്തോഷത്തോടെയാണ് ചെയ്യുന്നത് മൊത്തം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അമ്മച്ചീനെ കൊണ്ടാണ് ഞാൻ മിക്കതും, അമ്മച്ചി അത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ കൊണ്ടാണ് മിക്കതും ഞാൻ ചെയ്യിപ്പിച്ചത്. അവർക്കൊരു സന്തോഷമല്ലേ അതൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ മമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സംഭവങ്ങളും ആദ്യം ഞാൻ പറഞ്ഞു നിരത്തിയിട്ട്, എന്നിട്ട് നമുക്കത് സെലക്ട് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ച ഫ്ലവറാണ് കേട്ടോ അത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി. ആക്ച്വലി നല്ലൊരു പ്രൈസിന് തന്നെയാണ് അത് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ഈ ഡെക്കോർ ഐറ്റംസ് ആയാലും മിക്കതും തന്നെ ബ്രോഡ്വേയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഞാൻ പോയി വാങ്ങിച്ചതാണ്. കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് ക്രിസ്മസ് കുറച്ചും കൂടി നല്ലപോലെ എൻജോയ് ചെയ്ത് നമുക്ക് ഡെക്കോറൊക്കെ ചെയ്യണം എന്ന് ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നിയത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം പോയി വാങ്ങിച്ചതാണ്. കഴിഞ്ഞ കൊല്ലം ചേച്ചിയും അജയചേട്ടനൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എറണാകുളത്ത് പോയി വാങ്ങിച്ചതാണ്. കഴിഞ്ഞ കൊല്ലം ഡെക്കോർ ചെയ്യാൻ അജയചേട്ടനും ചേച്ചിയും ജോണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുറേ പേരുണ്ടായിരുന്നു. ഈ കൊല്ലം ഞാൻ മാത്രമേ നാട്ടിൽ പിള്ളേരായിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഡിസംബർ പകുതിയൊക്കെ ആയപ്പോഴാണ് എന്നാൽ പിന്നെ ഇത് ചെയ്യാമെന്ന് തോന്നി ചെയ്ത് തുടങ്ങിയത്. ആദ്യമൊക്കെ ക്രിസ്മസിന് ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. ചേട്ടൻ പുൽക്കൂടിൻ്റെ പണി നോക്കും, ചേച്ചി അതിലേക്കുള്ള അലങ്കാര സംഭവങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ നോക്കും. ചേട്ടനായാലും നല്ല ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പണ്ടത്തെ പുൽക്കൂട് ഉണ്ടാക്കാനൊക്കെ നമ്മൾ 2 ആഴ്ച 3 ആഴ്ച മുമ്പൊക്കെ നമ്മൾ പരിപാടികൾ തുടങ്ങും, സ്ഥലം ഒരുക്കുകയും അങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ ഇപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കലൊക്കെ ചെറുതായി വന്നു. പിന്നെ നമ്മൾ സിബ്ലിങ്സിനൊപ്പം ചെയ്യണതും തന്നെ ചെയ്യണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഒന്നിനോട് വലിയ ഇൻട്രസ്റ്റൊന്നും തോന്നത്തില്ല. പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ നോക്കണം. ഇത് ഞാൻ അമ്മച്ചിയുടെ അടുത്തും മമ്മിയുടെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണ്. അമ്മച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ചെയ്ത പരിപാടികളൊക്കെ. എങ്ങനെയുണ്ട് അപ്പച്ച? അടിപൊളി. ഇനിയിപ്പോൾ ഇടാനുള്ളത് ബോൾസും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മമ്മിയും അമ്മച്ചിയും കൂടിയുമാണ് എല്ലാം ചെയ്യുന്നത് മിക്ക കാര്യങ്ങളും. ഞാനതിൽ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്യുന്നുള്ളൂ. അവരാണ് കൂടുതലും എല്ലാം ചെയ്തതൊക്കെ. അത് അടിപൊളിയായിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട് ആക്ച്വലി. നല്ല കളറിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട്. ബോൾസ് ആയാലും എല്ലാം ഇവിടെ ബ്രോഡ്വേയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ്. അപ്പച്ചനും അതിൻ്റെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അമ്മച്ചിയും മമ്മിക്കൊക്കെ ആയിട്ട്. അവർക്കിത് കണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഞാൻ ഹാപ്പി ആയിരുന്നല്ലോ. ഞാൻ ഇത്രയും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അമ്മച്ചിക്ക് അപ്പച്ചനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്ന പരിപാടികളൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കും നല്ലപോലെ ഹാപ്പിയായി. അവരും എൻജോയ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മച്ചി ആയാലും, കാരണം അമ്മച്ചി എല്ലാം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളൊക്കെയാണ്. പക്ഷേ ഇതിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും മുൻകൈ എടുത്ത് ചെയ്യലൊക്കെ ആയിരുന്നു. മമ്മി ആയാലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യലും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ എനിക്കിങ്ങനെ ഓരോ ഐഡിയകൾ പറഞ്ഞു തരലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ചെയ്തത് മൊത്തം. ക്രിസ്മസ് ട്രീ ഒരുക്കലും സംഭവങ്ങളൊക്കെയും. ഇത് കാണുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇത് ഞങ്ങളൊരു 3-4 മണിക്കൂറിൻ്റെ പരിപാടിയാണ് ഇത്രയും പരിപാടി ചെയ്തതൊക്കെ.
അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ ഏകദേശം പണികളൊക്കെ തീരാറായിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ടച്ചപ്പൊക്കെയാണ് മമ്മിയും അമ്മച്ചിയും കൂടിയൊക്കെ ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ നോക്കി എന്തെങ്കിലും കുറവുള്ളതൊക്കെ സെറ്റ് ചെയ്യലാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ട്രീ കാണാൻ? ട്രീ നല്ലതാ, അടിപൊളിയാണോ? അടിപൊളി, ബെറ്റർ. അമ്മച്ചി പറ. നല്ലതാ കാണാൻ, അടിപൊളി. കഷ്ടപ്പെട്ട ട്രീ പണിയാൻ? ഞാൻ കഷ്ടപ്പെട്ടില്ല, ഞാൻ എവിടെ ഇരുന്നുള്ളൂ. അമ്മച്ചിയാ? കണ്ടിരുന്നു. കഷ്ടപ്പെടി തന്നെ എന്തുട്ടാ. ഇതുപോലെ എങ്ങനെ ട്രീ ഉണ്ടാക്കേണ്ടതിന് മുമ്പ്? ഇതിനു മുമ്പൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇങ്ങനെയൊന്നും. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ആ നല്ലതാണോ? നല്ലതാ. ഞങ്ങൾ പുൽക്കൂടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങള് ചെറിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. നിങ്ങള് പിള്ളേരല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ടു ഇത്? ആ, ഇഷ്ടപ്പെട്ടു. ക്രീമും അതും ഇതൊക്കെ ഉണ്ടാക്കി. എന്താണ് ട്രീനെ പറ്റി പറയാനുള്ളത്? ട്രീ നല്ല ഭംഗിയായി, മനോഹരമായി. ആരൊക്കെ കഷ്ടപ്പെട്ടത് ഇതിന്റെ പുറകെ? കഷ്ടപ്പെട്ടെന്നുള്ള ഞാൻ, എന്റെ അമ്മച്ചി, എന്റെ അപ്പച്ചൻ, പിന്നെ എന്റെ മോൻ, ഞങ്ങൾ 4 പേരും കൂടി ട്രീനെ എത്ര മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ അടിപൊളിയായോ അതോ ഈ കൊല്ലാണോ അടിപൊളി? കഴിഞ്ഞ കൊല്ലം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം എന്റെ വേറെ 2 മക്കളും കൂടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്രാവശ്യം അവരോട് ഇല്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡെക്കോർ ചെയ്യാനുണ്ടോ നമുക്ക്? ഇനിയും നമുക്ക് ഞങ്ങളെ സ്റ്റെയർ കേസ് ഒന്ന് ഡെക്കോർ ചെയ്യാനുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇത് ട്രീ ഡെക്കോർ ചെയ്ത് നിർത്താണ് ഞങ്ങള്. ഇപ്പൊ സമയമില്ല. ഇനി അടുത്ത ദിവസം ചെയ്യില്ല അമ്മച്ചി? അടുത്ത ദിവസം ചെയ്യാം. ഇന്ന് ക്ഷീണിച്ചു അമ്മച്ചി, ഇനി ഉറങ്ങേണ്ട നേരായി. കഷ്ടമുണ്ട്. 3 കഴിഞ്ഞ് വന്നത്. ഒരു ബായ് പറഞ്ഞ. ബൈ ബൈ. ബൈ.